ആരാണ് വിശുദ്ധ അൽഫോൻസാമ? കുടമാളുവയിലെ മുട്ടത്തുപാടം കുടുംബത്തിൽ ജനിച്ച് സന്യാസ ജീവിതം അത്രമേൽ ആഗ്രഹിച്ചു നേടിയെടുത്ത ഒരു സുന്ദരി. അതെ, ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിശുദ്ധ. തൻ്റെ സന്യാസ ജീവിതത്തിന് വേണ്ടിയും സന്യാസ ജീവിതത്തിൽ ഉടനീളവും നിരവധി വേദനകളും മാറാരോഗങ്ങളും ത്യാഗങ്ങളും സഹിച്ച് 36 വയസ്സിൽ ദൈവത്തോട് അലിഞ്ഞു ചേർന്നവൾ. 1946 ജൂലൈ 28 മരണമടഞ്ഞ വിശുദ്ധയുടെ തിരുശരീരം അടക്കം ചെയ്തിട്ടുള്ളത് ഭരണങ്ങാനം സെന്റ് അൽഫോൻസ ഷ്രൈനിലാണ്. വിശുദ്ധ അൽഫോൻസാമയോടുള്ള പ്രാർത്ഥനാ സൂചകമായി എല്ലാ ശനിയാഴ്ചകളും വൈകുന്നേരം കുർബാനയോട് ചേർന്ന് ആഘോഷമായ ജപമാല റാലി നടത്തി വരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ആഘോഷകരമായ രീതിയിലാണ് എല്ലാ വർഷവും ജൂലൈ 28 വിശുദ്ധയുടെ തിരുനാൾ കൊണ്ടാടുന്നത്. ജൂലൈ 19 മുതൽ എല്ലാ ദിവസവും നടന്നു വരുന്ന ജപമാല റാലിയിൽ മുടങ്ങാതെ പങ്കെടുക്കാൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥരാണ് ഭരണങ്ങാനത്തിന്റെ വിശുദ്ധ മണ്ണിലേക്ക് വന്നെത്തുന്നത്. കുട്ടികളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി, കുഞ്ഞുങ്ങളെ നിറഞ്ഞു സ്നേഹിച്ചിരുന്നവൾ, ആ വിശുദ്ധിയുടെ പക്കലേക്ക് നീട്ടുന്ന ശക്തമായ പ്രാർത്ഥനകളൊന്നും പൂർത്തിയാക്കപ്പെടാതിരിക്കില്ല. ഓരോ വേദനകളും വ്യാധികളും ദൈവത്തിങ്കലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് ഉറച്ചു വിശ്വസിച്ച ആ എളിയ ദാസിയുടെ കബറെടുത്തിങ്കൽ വന്ന് പ്രാർത്ഥിച്ചവരാരും നിരാശരായിട്ടില്ല. അൽഫോൻസാമയുടെ മാധ്യസ്ഥത്തിനായി യാചിക്കാം.